അങ്ങനെയെങ്കിൽ ഗുണ്ടൂരിലേക്ക് വരുമ്പോൾ അതാണ് അവിടുത്തെ മത്സരമാണ് യോഗ്യത എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുമാത്രമാണ് എന്ന് പറഞ്ഞില്ല, അതിലെ കൂടി പെർഫോമൻസ് നോക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേത് ഘട്ടത്തിലാണ് പറഞ്ഞത്? കോമ്പറ്റീഷൻ കഴിഞ്ഞ ശേഷം, ATF കഴിഞ്ഞ ശേഷം. വളരെ ക്ഷീണത്തോടു കൂടിയാണ് ഗുണ്ടൂരിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ? അതെനിക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞില്ല. ശ്രീ സിജിൻ, ഈ മാനദണ്ഡം സംബന്ധിച്ച് കൃത്യമായ ധാരണ ഈ പറഞ്ഞു കേട്ടതല്ലാതെ അത്ലറ്റിക് ഫെഡറേഷൻ അങ്ങനെ ഒരു കാര്യം നേരിട്ട് അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ വാദങ്ങൾക്ക് കൂടുതൽ ബലമാവുകയല്ലേ സിജിൻ? IWFന്റെ സൈറ്റുകൾ നമ്മൾക്ക് കിട്ടിയത് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കണ്ടത് നമ്മൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ വിജയികൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള എൻട്രിയും അത് ക്വാളിഫൈ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഗുണ്ടൂരിലെ മീറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ശ്രീ സിജിൻ, മനസ്സിലാക്കൽ എന്ന് പറയുമ്പോൾ അത് കൃത്യമായി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ സിജിൻ? അത് AFIന്റെ സൈറ്റിനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ ഗുണ്ടൂരിൽ പോകേണ്ടിയിരുന്നില്ലല്ലോ? തീർച്ചയായും, കാരണം ഗുണ്ടൂരിൽ പങ്കെടുക്കാത്ത 11 പേര് ഇന്ത്യൻ ടീമിൽ കയറുകയും പങ്കെടുത്തവർ ടീമിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥയിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ പത്മിനി തോമസ്, ഈ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കേണ്ട സമയമായിട്ടില്ലേ? ഈ സെലക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് വിശ്വാസക്കുറവാണ് പൊതുവെ പറയുന്നത്. ഇന്ന കാര്യങ്ങളാണ് മാനദണ്ഡം എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നില്ല. ഇതിപ്പോൾ അവിടെ കിട്ടു ഇവിടെ കിട്ടു എന്ന് ചിത്രയ്ക്ക് അത് കൃത്യമായി അവതരിപ്പിക്കാനാകുന്നില്ല. പക്ഷേ സിജിൻ പറയുന്നത് അങ്ങനെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ലോക മീറ്റിന് പോകുന്നതിന് മുമ്പ് ആ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് യോഗ്യരായ കായിക താരങ്ങളെ എങ്ങനെയാണ് ഏത് തിരഞ്ഞെടുപ്പിൽ കൂടിയാണ് സെലക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു മാനദണ്ഡം ഉണ്ടായിരിക്കണം. ക്വാളിഫൈമാർക്കാണ് ഇതിൻ്റെ മാനദണ്ഡമെങ്കിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് ഏഷ്യൻ മീറ്റിൽ പങ്കെടുത്ത PU ചിത്ര ഓൾറെഡി ലോകകപ്പിന് പോകാൻ യോഗ്യയാണ്. ഇതൊന്നുമില്ലാതെ ഈ സെലക്ഷൻ കമ്മിറ്റി കൂടി അവരവരുടേതായ ഒരു മാനദണ്ഡം ചെയ്യുന്ന ആ രീതി ഒട്ടും ശരിയല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം അനുവിന് സംഭവിച്ചതും PU ചിത്രയ്ക്ക് സംഭവിച്ചിരിക്കുന്നതും. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഈ സെലക്ഷൻ കമ്മിറ്റിയെ കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി അതിന് വേണ്ട പ്രത്യേക നിർദ്ദേശങ്ങളും അതിന് കമ്മിറ്റിയൊക്കെ മാറ്റണം. ഇപ്പം ക്രിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, ആ ഒരു ലെവലിലേക്ക് കുറ്റമറ്റതായ ഒരു കമ്മിറ്റി ആക്കി ആ സെലക്ഷൻ ലിസ്റ്റുകൾ എല്ലാം പോകുന്നതിനിപ്പം ആ ഏഷ്യൻ മീറ്റ് കഴിഞ്ഞപ്പോഴേ പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു ലോക ചാമ്പ്യൻഷിപ്പിന് ഈ ടീമാണ് പോകുന്നതെന്നുള്ളത്. എനിക്കിതിനകത്ത് പറയാനുള്ള വേറൊരു കാര്യവും കൂടിയുണ്ട്. 24 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ 13 ഒഫീഷ്യൽസ് ഉണ്ട്. ഈ 13 ഒഫീഷ്യൽസ് പോകുന്നതിന് വരെ ഈ 3 കായിക താരങ്ങളെയും കൂടെ വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഇനി വരുന്ന മത്സരങ്ങളിൽ ഈ ലോകമീറ്റിൽ പങ്കെടുക്കാനും കൂടുതൽ മികവ് തെളിയിക്കാനും അവർക്ക് സാധിക്കത്തില്ല. ഈ PU ചിത്ര പോയി കഴിഞ്ഞാൽ എല്ലാവരും PU ചിത്രയുടെ സമയം മോശമാണെന്ന് പറയുന്നു. PU ചിത്ര ഈ ലോകമീറ്റിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ ആ മത്സരത്തിൽ ഇപ്പോൾ ഈ പോകുന്ന ആരും തന്നെ മെഡൽ വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ആ കൊച്ചിന് ആ ഒരു നല്ല എക്സ്പീരിയൻസ് ആകത്തില്ലായിരുന്നു. അപ്പം ഈ കമ്മിറ്റി കൂടിയ അതൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഞാൻ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന സമയത്ത് എല്ലാവരും പറയും ട്രാക്കിൽ റിലേ ഓടിക്കഴിഞ്ഞാൽ ടീമിൽ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അന്നുണ്ടായിരുന്ന ശ്രീകുമാരി 4x100 മീറ്റർ റിലേ ടീമിലുണ്ടായിരുന്നു എന്ന് തലേ ദിവസം ലിസ്റ്റൊക്കെ മാറ്റിമറിച്ചു. 4x400 മീറ്റർ റിലേ ഞങ്ങളുടേത് തന്നെയാണെങ്കിൽ ടീം സെറ്റ് ചെയ്തവരല്ല ഓടിയത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാലങ്ങൾക്ക് മുതലേ ഉള്ളതാണ്. പക്ഷേ ഇന്ന് വരെ അതാരും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് കായിക താരങ്ങൾ കോടതിയിൽ എത്തേണ്ട ഒരു ഗതികേട്, അവരുടെ ഗതികേട് കൊണ്ടാണ് അവർ പോകുന്നത്. പിന്നെ അവരെവിടെ പോകുമല്ലാതെ സെലക്ഷൻ കമ്മിറ്റിക്കാരുടെ മുമ്പിൽ പോകാൻ പറ്റുകയില്ല, ഫെഡറേഷൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റുകയില്ല. ഈ പാവപ്പെട്ട നമ്മുടെ കേരളത്തിലെ PU ചിത്രയെ പോലുള്ള കായിക താരങ്ങൾക്ക് ഒന്നും അറിയില്ല ആരുടെ അടുത്ത് ചെല്ലണം എന്നുള്ളത്. അവർ കാണുന്ന ഏറ്റവും വലിയ ഇത് കോടതിയാണ്.
അതുകൊണ്ടാണ് അവർ കോടതിയിൽ പോയിരിക്കുന്നത്. ഇനിയുള്ള കാലത്ത് ഒരു കായിക താരത്തിന് നീതി കിട്ടാനായിട്ട് കോടതിയിൽ പോയത് തെറ്റായി പോയി എന്ന് ആർക്കും പറയാൻ പറ്റും. നീതി അവർക്ക് എവിടുന്ന് കിട്ടും? ശരിയാണ്. ശ്രീ ബാബു, ഇപ്പോൾ ക്രിക്കറ്റിന്റെ കാര്യത്തിൽ ലോധ കമ്മിറ്റിയുടെ ഇടപെടൽ എത്രത്തോളം ഗുണം ചെയ്തു എന്നുള്ള കാര്യം കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതും ഒരു തുടക്കമാകട്ടെ എന്ന് കരുതേണ്ടി വരില്ലേ? ഈ ഒഫീഷ്യൽസിന്റെ എണ്ണം, ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതല്ലേ കൃത്യമായ സമയം? ഇവരുടെ എണ്ണം കുറയ്ക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കാനുള്ള കൃത്യമായ സമയം ഇതല്ലേ? ഒഫീഷ്യൽസിൻ്റെ എണ്ണവും ഇതുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തേണ്ട. കാരണം ഇത് ഇൻ്റർനാഷണൽ അത്ലറ്റിക് ഫെഡറേഷൻ അത്ലറ്റിൻ്റെ എണ്ണം അനുസരിച്ചാണ് ഒഫീഷ്യൽസിൻ്റെ എണ്ണം തീരുമാനിക്കുന്നത്. അത്ലറ്റിൻ്റെ എണ്ണം കൂട്ടിയാൽ ഒഫീഷ്യൽസിൻ്റെ എണ്ണം ഇവർക്ക് ഇനിയും കൂട്ടാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കാര്യങ്ങൾ ശരിയായിട്ട് പോകണ്ടേ? പൂനെയിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സംഭവിച്ചത് എന്താ? അനിൽഡ തോമസിനെ അവിടെ ടീമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം നടത്തി. അതായത് അവിടെ ചാമ്പ്യൻഷിപ്പ് തുടങ്ങുമ്പോഴും അനിൽഡ തോമസിന് ദിവസവും രാവിലെ അവിടെ ട്രയൽസാണ്. എല്ലാ ട്രയൽസിലും അനിൽഡ ജയിച്ചത് കൊണ്ട് മാത്രം ആ ടീമിൽ ഉൾപ്പെടുത്തി. എവിടെയെങ്കിലും കേട്ടറിവുകൊണ്ട് ഒരു അത്ലറ്റ് അവിടെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന വെന്യൂവിൽ പോയിട്ട് ട്രയൽസ് നടത്തി വിജയിക്കുക എന്ന് എവിടെയും കേട്ടിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം നമുക്കൊരു വ്യക്തമായ മാനദണ്ഡം ഇവിടെ ഇല്ല. നമ്മളത് സമ്മതിച്ചേ പറ്റൂ. അത് ഫെഡറേഷനും അത് സമ്മതിച്ചേ പറ്റൂ. ആ വ്യക്തമായ ഒരു മാനദണ്ഡം ഉണ്ടെങ്കിൽ ഇന്ന് ഈ സ്ഥിതിയൊന്നും വരില്ലായിരുന്നു. അനുവിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടു. ഇപ്പോൾ ചിത്രയുടെ കാര്യത്തിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു മാനദണ്ഡം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് എന്തും വില കൊടുത്തും ഒരു മാനദണ്ഡം ഉണ്ടാക്കിയെടുക്കുക. ആ മാനദണ്ഡത്തിനനുസരിച്ച് വേണം നമ്മൾ അത്ലറ്റിനെ തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശ്രീ വിശ്വനാഥൻ, ഇതിപ്പോൾ ഇനി അങ്ങോട്ടുള്ള നടപടികൾ എങ്ങനെയാകുമെന്നുള്ള കണ്ടറിയേണ്ടി വരും. ചിത്രയും സിജനും ഇക്കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? കേന്ദ്രം ഇടപെടുന്നു എന്നറിയുന്നു, കേന്ദ്രം കർശന നിർദ്ദേശം കൊടുത്തു എന്നറിയുന്നു. ഇതൊക്കെ എവിടെ പോയി അന്വേഷിക്കും? അത്ലറ്റിക് ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ മറുപടി ഇപ്പോൾ ഇവർക്ക് നേരിട്ട് ലഭിക്കുമെന്ന് കരുതാനാകുമോ? അതിനൊരു സാധ്യതയില്ല. അങ്ങനെ ഒരു മറുപടി കിട്ടുമെന്നുള്ളത് പ്രതീക്ഷ എനിക്കില്ല. പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷ ഈ അത്ലറ്റുകളുടെ എൻട്രി ആദ്യമേ ചിത്ര ഉൾപ്പെടെയുള്ള അത്ലറ്റുകളുടെ എൻട്രി ആദ്യമേ അത്ലറ്റിക് ഫെഡറേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യം ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സെലക്ഷൻ നടത്തിയിട്ടില്ലെങ്കിലും അതിനു മുമ്പ് തന്നെ ഒരു എൻട്രി കൊടുത്തിടാവുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് എൻ്റെ അന്വേഷണം മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പം ചിത്രയ്ക്ക് പോകാൻ പറ്റും. ചിത്രയ്ക്ക് പോകാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. വേൾഡ് മീറ്റിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളൊരു വലിയ അവസരമാണ്. പിന്നീട് അങ്ങനെ ഒരു അവസരം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവർ കോടതിയിൽ പോയി എന്നതുകൊണ്ട് പിന്നീടുള്ള കാര്യങ്ങളിലൊന്നും ഇവർക്ക് പരിഗണിക്കപ്പെടില്ല എന്നതൊരു നല്ല കാര്യമല്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കോടതി പോയി എന്നുള്ളത് അവർക്ക് അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാൻ, ലോക മീറ്റിൽ പങ്കെടുക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അതല്ല അത് ശരി. അത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ല. അങ്ങനെ ഒരു നീക്കം അത്ലറ്റിക് ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അത് ആ കാര്യത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ വളരെ വിജിലൻ്റ് ആയിരിക്കണം. യോഗ്യത നേടിയ ഇനിയിപ്പോൾ പ്രതികൂലമായ ഒരു തീരുമാനത്തിലേക്ക് അത്ലറ്റിക് ഫെഡറേഷൻ പോവുകയാണെങ്കിൽ അതും വിവാദങ്ങൾക്കിടയാക്കും. അപ്പോൾ പ്രതികരണങ്ങൾ വരികയും ചെയ്യും. ഇപ്പോഴും ഈ നാട് മുഴുവൻ ചിത്രയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ എന്നില്ലാതെ ആ ഒരു വ്യത്യാസം പല വിഷയങ്ങളിലും എടുക്കുന്ന വ്യത്യാസം പോലെയല്ലേ ഇതിപ്പോൾ ചിത്രയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെയൊക്കെ മറികടക്കാൻ അത്ലറ്റിക് ഫെഡറേഷൻ സാധിക്കുമോ? ഈ മത്സരത്തിൽ പങ്കെടുക്കാനായില്ലെങ്കിലും ഇനി അങ്ങോട്ടുള്ള അവരുടെ ഭാവിയെ ഇത് ബാധിക്കുമെന്ന് കരുതേണ്ടതുണ്ടോ, ഭയക്കേണ്ടതുണ്ടോ? ഒരിക്കലും അത് കരുതേണ്ട ഒരു കാര്യമല്ല. വ്യൂ ചിത്രം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് എല്ലാ മീറ്റുകൾക്കും നല്ല ടൈം ക്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കായിക താരത്തിൻ്റെ മനോവീര്യം കെടുത്താനായിട്ടൊന്നും ആർക്കും പറ്റത്തില്ല. കാര്യം അവർ ഓടി മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവരെ പിടിച്ച് പുറകോട്ട് തള്ളാനൊന്നും പറ്റത്തില്ലല്ലോ. ഇതവർ സ്പിരിറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്ലറ്റിക് ഫെഡറേഷന് അവരുടെ മേലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ നല്ല സമയം ഓടി എത്തിക്കഴിഞ്ഞാൽ മീറ്റുകൾക്കൊക്കെ നന്നായിട്ട് പോകാൻ പറ്റും. വ്യൂ ചിത്രയെ പോലെ ഉള്ള ഒരു കായിക താരത്തിന് അതിനുള്ള ഒരു മനോബലം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാറ്റും ഉപരി ഇതൊരു നല്ല തുടക്കമാണ് ഈ കോടതിയിലേക്ക് പോയത് എന്നുകൂടി കരുതുന്നു. കണിശമായിട്ടും. കാര്യം നമുക്ക് നീതി കിട്ടാൻ വേണ്ടി ഒരിടത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ കായിക താരങ്ങൾ പോകും. കേരളം ഒട്ടാകെ ഇപ്പം നിന്തിരിക്കും. കേരളത്തിലെ ഓരോ മണൽത്തരി പോലും ചോദിച്ച് വ്യൂ ചിത്രയെ അറിയാത്തവരാരുമില്ല. അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ട് എടുത്തു കഴിയുമ്പം ഇനിയും എല്ലാവരും വളരെ ശ്രദ്ധിച്ചേ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.